നമ്മൾ ഈ നഴ്സറികളിൽ നിന്നൊക്കെ നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ പലപ്പോഴായിട്ട് ആളുകൾ പറയുന്നുണ്ട് അത് മുരടിച്ച് നിൽക്കുകയാണ്, അത് വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ നഴ്സറികളിൽ നിന്നൊക്കെ തൈകൾ വാങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുക്കുക. അത്യാവശ്യം കുറച്ച് വില ആയാലും നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുക്കുക. നല്ല തൈകൾ നോക്കി തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മളിവിടെ വീട്ടിൽ വന്നാൽ ഒന്നില്ലെങ്കിൽ മണ്ണിൽ നേരിട്ട് നടും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്രോ ബാഗിൽ നടും. അല്ലാത്തവർ നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രമ്മുകളിലൊക്കെയാണ് ഇപ്പോൾ പലരും ഡ്രമ്മുകളിലൊക്കെ നടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേച്ചറുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കായ്ക്കുന്ന തൈകളാണ് നമ്മൾ പലപ്പോഴും ഇപ്പോൾ നേഴ്സറികളിൽ നിന്നൊക്കെ കിട്ടി തുടങ്ങുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ആ തൈകൾ വെക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് കാരണം, അപ്പോൾ നമ്മളൊരു കവറിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കരിയില അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ അതിനൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിവാകാനുള്ള ഒരു ഹോള് അതിനിട്ട് കൊടുക്കുക, ഒരു 4 എണ്ണമെങ്കിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഹോള് അടയാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ കരിയില നമ്മൾ ആവശ്യത്തിനിട്ട് കൊടുക്കുക. ആവശ്യത്തിനിട്ട് കൊടുത്തതിന് ശേഷം മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി ആവശ്യത്തിനിട്ട് കൊടുത്തിട്ട് നല്ലൊരു മണ്ണ് മിശ്രിതം ഉണ്ടാക്കുക. കല്ല് വല്ലാതെ ഒന്നും പെടാത്ത രീതിയിൽ നല്ലൊരു മണ്ണ് മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതാണ് നമ്മൾ ഈ തൈയിൻ്റെ കൂടെ നമുക്ക് മണ്ണുണ്ടാവും. ആ തൈ ഒരു പാക്കിലേക്കാരം അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ തൈ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ നമ്മളിപ്പോൾ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി ആ ഒരു മണ്ണൊക്കെ ചേർത്ത ഇതിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മരത്തിനനുസരിച്ചിട്ടുള്ള കവറുകളാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ തൈകളാക്കിയിട്ട് നമ്മൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇനം തൈകൾ കൊടുന്ന്, ചെറിയ തൈ ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ നമ്മൾ നല്ല ഇനം തൈകൾ കൊടുന്ന് ഇതുപോലെയുള്ള കവറിലാക്കിയിട്ട് നല്ല രീതിയിൽ പരിചരിച്ച് അത് പൂവും കായൊക്കെ ആയതിൻ്റെ ശേഷമാണ് നമ്മൾ കസ്റ്റമറിന് അധികം കൊടുക്കലുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടിവളമായിട്ട് നമ്മളിപ്പോൾ ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, പിന്നെ അതുപോലെ തന്നെ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതിൽ നമ്മൾ ഈ തൈ വെച്ച് ശ്രദ്ധാപൂർവം നമ്മൾ വെക്കണം. തൈ വെച്ച് അത് നമുക്ക് ഡെയിലി അത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ ഇതിലൊക്കെ നല്ല വെയിലാവുമ്പോൾ നമ്മളിതിനൊന്നും ഇട്ട് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ മേൽമണ്ണുണ്ടല്ലോ അതിൻ്റെ മേലെ വരുന്ന ആ മണ്ണ് പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ നമ്മൾ ഈ തൈ ഇങ്ങനെ മുരടിച്ച് കണ്ടിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇത് നമ്മളവിടെയൊക്കെ തൊണ്ട് എന്ന് പറയും, അതുപോലെ തന്നെ ചകിരിച്ചോറല്ല ഇതിന് തൊണ്ട് എന്ന് പറയുക നമ്മളവിടെ. അപ്പോൾ ഈ തൊണ്ട് നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ കമഴ്ത്തിയിട്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു പുതിലെന്ന് നമ്മളിവിടെ പറയുക. അതുപോലെ തന്നെ ആ നനവ് എപ്പോഴും ഇതിന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് വെള്ളമൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 1.5 അടക്കം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ട് നമ്മൾ അത്യാവശ്യം കഴുകിയിട്ട് ഇതിൻ്റെ കറ കളയണം കേട്ടോ. കറ കളയാതെ ഒരിക്കലും നിങ്ങളിത് ഇതിൽ വെക്കരുത്. കറ കളയാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തൈകൾ വളർച്ചയൊക്കെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ട് നമ്മൾ ചെയ്യുന്ന ടൈമിൽ നമ്മളിതിൻ്റെ കറൊക്കെ അത്യാവശ്യം കഴുകി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ തൊണ്ട് അല്ലെങ്കിൽ കരിയില കിട്ടുകയാണെങ്കിൽ കരിയില നമ്മളിതിൻ്റെ മുകളിൽ ഒരു പൊതായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല വളർച്ചയും കിട്ടും. ഇതിനൊരു വളമായിട്ട് ഇത് ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടി, മണ്ണൊക്കെ പാടി ഒക്കെ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് വേര് പിടിച്ച് നമ്മൾ തൈ വളരെ പെട്ടെന്ന് ഇത് കായ്ച്ചു വരും. അപ്പോൾ നമ്മൾ പൂടാനാണെങ്കിലും എല്ലാം വളരെ പെട്ടെന്നായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ല, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ തൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം വെക്കുക. നമ്മളിത് നനച്ച് കഴിഞ്ഞാൽ ആ ഒരു നനവ് ഒരു 2 ദിവസമൊക്കെ ഈ നനവ് ഇതിങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളമില്ലാത്തവർക്കൊക്കെ നല്ലൊരു സഹായമാണിട്ടത്. പിന്നെ നമ്മൾ കവറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ ആ മരത്തിന് അനുയോജ്യമായ കവർ തിരഞ്ഞെടുക്കുക. ചിലവരെന്ത് ചെയ്യും, മരമൊക്കെ കൊടുന്ന് അത്യാവശ്യം ഇപ്പോൾ ഈ മാവൊക്കെ അത്യാവശ്യം വലുതാവുന്നതാണ്. അപ്പോൾ ചെറിയ കവറിലോ അല്ലെങ്കിൽ ചെറിയ ഡ്രമ്മിലൊക്കെ വെക്കും. പിന്നീട് അത് പിന്നെയും മാറ്റി വെക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു തൈ വെക്കുകയാണെങ്കിൽ അതിനനുസൃതമായ കവറ് അതുപോലെ തന്നെ ഡ്രമ്മൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ നല്ല വെയിൽ എപ്പോഴും വേണ്ട എന്താ വെച്ചാൽ നല്ല വെയിൽ കിട്ടുന്ന, അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ്ക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മളെ മാവൊക്കെ ഇപ്പോൾ ഏകദേശം 2-3 മാവൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ ചെയ്തിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ആ തൈയൊക്കെ ഇവിടെ വന്ന് എല്ലാം ഇപ്പോൾ പൂത്ത് അത്യാവശ്യം കായാവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം രീതികളൊക്കെ എല്ലാവരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും വളരെ പെട്ടെന്ന് നമ്മളിതുപോലെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല തൈകൾ എപ്പോഴും വാങ്ങിക്കുകയാണെങ്കിൽ നല്ല തൈകൾ സെലക്ട് ചെയ്യുക. നല്ല തൈകൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളെ വീട്ടിൽ ഫ്രൂട്ട്സ് ആയാലും അതുപോലെ പച്ചക്കറി ആയാലും എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് കായ്ക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളെ പച്ചച്ചാണകം ഉണ്ടല്ലോ, അത്
നമുക്ക് കലക്കിയിട്ട് ഇതിനെ മുരട്ടിലല്ല കുറച്ച് വിട്ടായിട്ട് ഒരു 4-5 മാസം കൂടുമ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുത്താലും അത് നല്ലതാണ്. നമ്മൾ കൃഷിക്കൊക്കെ അനുയോജ്യമായ സംഭവമാണ്. നമ്മളെല്ലാം അതൊരു നല്ല വളമാണ്. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുക. ഇത് കണ്ടില്ല, നമ്മളൊരു മാവ് ഇപ്പോൾ ഇത് ചെറിയൊരു കവറിലാണ് നട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ, കസ്റ്റമറിന് കൊടുക്കാനുള്ള തൈകളാണ്. അപ്പോൾ നല്ല മാവാണ് നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടൽ. ഇതിപ്പോൾ മാവ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുളമ്പ് ടൈപ്പ് മാവാണ് ഒന്ന്, കുളമ്പാണ് എന്നാണ്. ഇത് കണ്ടില്ല, ഇത് കുളമ്പാണ്. ഇതിൽ കണ്ടില്ല ഏറ്റവും അടിയിൽ തന്നെ പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ വലുപ്പം ഞാൻ കാണിച്ചു തരാം. ആവറേജ് ഈ വലുപ്പമുള്ളൂ വരുന്നത്. ഇത് കണ്ടില്ല, ഇത് നമ്മൾ അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ തൊണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇതിൽ ആ നനവ് എപ്പോഴും ഉണ്ടാവും. ഇതിൽ കുറച്ച് ചണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നനവ് കണ്ടില്ലേ, ഈ നനവ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ചെറിയ മാവാണ്. അതിലിപ്പോൾ നിറയെ ഇത് കണ്ടില്ലേ, ഒരു പൂവ് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നല്ല പരിചരണം, എല്ലാം നമ്മൾ എന്ത് തൈ വെക്കുകയാണെങ്കിലും അതിനൊരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ഇതും കൊണ്ടായാലും കായ്ക്കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു തരാം, വേറൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കവറിൽ വെച്ചതാണ്. ഇത് കണ്ടില്ലേ, നിറയെ ബുഷ് ഓറഞ്ചാണ് ഇത്. ഇതിൽ കണ്ടില്ലേ, നിറയെ കായ്ച്ച് നിൽക്കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിചരണം. ഇനിയുണ്ട് നമ്മളടുത്ത് തൈ. ഇതൊന്ന് ഞാവലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കുളമ്പിൻ്റെ ഒരു തൈ. ഇത് കണ്ടില്ല, ഇതിലും പൂവ് ഇപ്പോൾ കായ്ച്ചു. ഇതൊക്കെ നമ്മൾ ചകിരിച്ചോറാണ് ഇതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. എപ്പോഴും ചകിരിച്ചോറ് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അത് കഴുകി അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യട്ടോ. ഇതിലൊക്കെ മാങ്ങ പിടിക്കുന്നുണ്ടില്ലേ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാ തൈകളും നമ്മളിങ്ങനെയാണ് കേട്ടോ. ഇത് അബിയുമാണ്, അബിയുവിൻ്റെ വലിയ തൈയാണ് കേട്ടോ അത്. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു കുളം ഉണ്ടാക്കിയതാണ്. ഈ കുളം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് നനക്കട്ടോ. നമുക്ക് വേനൽക്കാലത്തൊക്കെ ഇതിൽ വെള്ളം കുറച്ച് മുന്നൊക്കെ സംഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നനക്കാം. അതിപ്പോൾ മഴ പെയ്തപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിൽ നിറഞ്ഞതാണ്. അപ്പോൾ ആ വെള്ളമായിട്ട് നമുക്കിവിടെ നനക്കും ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാ തൈകളും മാവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടില്ല. വേണ്ട, ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ. നമ്മളൊരു സംഭവം തൈകൾ മേടിച്ചിട്ടുണ്ട്, അതിന് പരിപാലനം കൊടുക്കണം. പലരും നമ്മളെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ തൈ വെച്ചു, തൈയൊന്നും പിടിക്കണില്ല എന്നൊക്കെ പറയും. അതൊക്കെ ഒരു പരിപാലനം അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തൈയും പിടിക്കും, ഏത് തൈയും കായ്ക്കും ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ഇത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ട് ഓറഞ്ച്. ഇത് കണ്ടില്ലേ, ഓറഞ്ച് കായ്ച്ചിരിക്കുന്നുണ്ടില്ലേ, ഇവിടെ ഒക്കെ ഉണ്ട് കായ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നുണ്ട്.